അക്ഷരാർത്ഥത്തിൽ പത്മാഭിമാനം തന്നെയാണ് ഇത്തവണ മലയാളിക്ക്. അപ്പോൾ VS അച്യുതാനന്ദന് പത്മവിഭൂഷണും മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളിക്കും പത്മഭൂഷണും ലഭിച്ചിട്ടുണ്ട്. ഇത്തവണ ഇത് സ്വീകരിക്കുമോ? ഇതിനെക്കുറിച്ച് വലിയ ചർച്ചകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. CPM നേതാക്കൾ കാണാം. മമ്മൂട്ടി എന്ന് പറയുന്നത് CPMൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു നടൻ തന്നെയല്ലേ? കേരളത്തിന് വളരെ അഭിമാനകരമായിട്ടുള്ള രീതിയിലാണ് ഇത്തവണ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അവസരങ്ങൾ ലഭിച്ചതും സാധ്യതകളുണ്ടായതും. ഉദാഹരണത്തിന് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള നീതിന്യായ സംവിധാനത്തിലെ ജസ്റ്റിസ് KT തോമസ് സാറ്, അതുപോലെ തന്നെ എഴുത്തുകാരൻ, പത്രപ്രവർത്തകൻ, നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവൊക്കെ ആയിട്ടുള്ള ശ്രീ P. നാരായൺജി, മമ്മൂട്ടി അടക്കമുള്ള ആളുകൾ, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തുടങ്ങി കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾക്ക് പത്മ പുരസ്കാരങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യമുണ്ടായി. അതിലെടുത്തു പറയേണ്ടത് ശ്രീ VSൻ്റെ കാര്യമാണ്. ബഹുമാനപ്പെട്ട VSനെ പോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന, പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ പ്രമുഖനായിട്ടുള്ള നേതാവ്, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, പിന്നീട് വർഷങ്ങളോളം പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നയാൾ, ഈ തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു നേതാവ് സാധാരണ നിലക്ക് CPMൻ്റെ ഒരു നയമനുസരിച്ച് ആ തരത്തിലുള്ള പുരസ്കാരങ്ങൾ നിഷേധിക്കുക, നിരസിക്കുക, തിരസ്കരിക്കുക, ഇതൊക്കെയാണ് ഒരു സ്ഥിരം നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് VSൻ്റെ പുരസ്കാരം സ്വീകരിക്കാനും അതോടൊപ്പം തന്നെ കുടുംബത്തിനത് തീരുമാനിക്കാമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും VSന് ഇടതുപക്ഷ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത്, അദ്ദേഹം ഇടതുപക്ഷ നേതൃത്വത്തിൻ്റെ ഭാഗമായി CPMൻ്റെ ഭാരവാഹി, സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ അംഗം ഒക്കെ ആയിരുന്നു എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് കേരളത്തിൽ അദ്ദേഹം അടുത്ത കാലത്ത് സമീപ കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തിൽ ഏറ്റവും ശ്രദ്ധ ചെലുത്തിയത് നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ്. VS തുറന്നു പറയുന്ന ചില വിഷയങ്ങൾ CPMനെ പോലും അലോസരപ്പെടുത്തിയിട്ടുണ്ട്, അവർക്ക് തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട്. VS മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയം അത് കുറച്ചുകൂടി CPM സ്വീകരിക്കുന്ന നയത്തിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ള തോന്നലുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ പൊതുവെ രാജ്യത്ത് VS ഉയർത്തിയ ചില വിഷയങ്ങൾ അത് ആ പാർട്ടിയെയും മുന്നണിയെയും പൊതുവെ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും പലപ്പോഴും കേരളത്തിൽ വ്യത്യസ്തമായ ചർച്ചകൾക്ക് വിധേയമാക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് നിലപാട് മാറ്റിയിരിക്കുന്നു. നേരത്തെ CPMവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന നേതാക്കന്മാർ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായിട്ടുള്ള ആളുകൾ, മുൻ മുഖ്യമന്ത്രിമാർ, അവർക്കൊക്കെ പ്രധാനമന്ത്രി പദത്തെ സംബന്ധിച്ച് ചർച്ച വന്ന സമയത്തും അതോടൊപ്പം തന്നെ ആ പാർട്ടിക്ക് കേന്ദ്രമന്ത്രിസഭയിൽ സ്ഥാനം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ വന്ന സമയത്തും ഒക്കെ അതിനെയൊക്കെ നിരാകരിച്ച പാർട്ടി ഇന്നും മാറിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും VSന് ജനങ്ങളുടെ ഇടയിൽ കിട്ടിയ, ഇടതുപക്ഷക്കാർക്കിടയിൽ കിട്ടിയ, പ്രത്യേകിച്ച് CPM അണികൾക്കിടയിൽ കിട്ടിയ ഒരു സ്വീകാര്യതയുണ്ട്. അത് പൊതുവിൽ CPM സ്വീകരിച്ച നയത്തിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. CPM സ്വീകരിച്ച നയം എന്ന് പറയണോ അതോ പിണറായി സ്വീകരിച്ച നയം എന്ന് പറയുന്നതായിരിക്കും? ഒരു ഘട്ടത്തിൽ CPMനെ സംബന്ധിച്ച് പാർട്ടി സെക്രട്ടറി ആണല്ലോ എപ്പോഴും ഔദ്യോഗികമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് പലപ്പോഴും VSുമായി കലഹിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ബക്കറ്റിലെ വെള്ളം എന്നുള്ള ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പ്രയോഗമൊക്കെ കൊണ്ടുവരുന്നത് അതിൻ്റെ സാഹചര്യത്തിലാണ്. പലപ്പോഴും ഉദാഹരണവും ഉപമയും ഉൽപ്രേക്ഷയും ഒക്കെ ചേർത്തുകൊണ്ടാണ് VSനെ പലപ്പോഴും കടന്നാക്രമിക്കാനുള്ള സാഹചര്യങ്ങൾ പാർട്ടി നേതൃത്വം, അത് പാർട്ടിക്കകത്തെ യുവ നേതാക്കന്മാർ വരെ VSനെതിരെ കടന്നാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്, പൊതുയോഗങ്ങളിൽ നടത്തിയിട്ടുണ്ട്, പൊതുവേദികളിൽ അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പലപ്പോഴും VS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അല്ലെങ്കിൽ തൻ്റെ നിലപാടുകൾ തുറന്നു പറയാനുള്ള അദ്ദേഹത്തിൻ്റെ ശക്തിക്ക് ഒരു കോട്ടവും വരുത്തിയിട്ടില്ല. ഇന്ന് രാജ്യം തിരിച്ചറിയുന്നത് VSൻ്റെ ആ നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ്. VS പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് പലപ്പോഴും അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ പൊതുവെ കേരള രാഷ്ട്രീയത്തിൽ തെറ്റായ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് പരുമലയിലെ 3 വിദ്യാർത്ഥികൾ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായപ്പോൾ VS അന്ന് പറഞ്ഞത് കേരളീയ സമൂഹത്തിനും മനസാക്ഷിക്കും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. പാൻസിൻ്റെ പോക്കറ്റിൽ വെള്ളം കയറിയാണ് കുട്ടികൾ മരിച്ചത് എന്ന് പറയുന്ന, മരണപ്പെട്ട കുട്ടികളെ അധിക്ഷേപിക്കുന്ന, വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകരെ അധിക്ഷേപിക്കുന്ന, അതിനോടെല്ലാം തെറ്റായ നയം സ്വീകരിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ച ആളാണ് VS. അപ്പോൾ അതല്ല പിന്നീട് കാണുന്ന VS.
അപ്പോൾ VSനെ സംബന്ധിച്ച് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം CPMനകത്തെ ഒരു തിരുത്തൽ ശക്തിയായി എടുത്ത രാഷ്ട്രീയ നിലപാടുകളാണ് ഇന്ന് രാജ്യം അംഗീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അദ്ദേഹം എടുത്തുള്ള നിലപാടുകൾ രാജ്യം അംഗീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. ഉദാഹരണത്തിന് ജസ്റ്റിസ് KT തോമസ് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ന്യായാധിപന്മാരിൽ ഒരാളാണ് ജസ്റ്റിസ് KT തോമസ്. അദ്ദേഹത്തിന് പത്മവിഭൂഷൺ നൽകാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ശ്രീ P നാരായൺജി കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ശക്തി പകർന്നിട്ടുള്ള ജനസംഘത്തിൻ്റെയും BJPയുടെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും ജന്മഭൂമി അടക്കമുള്ള മാധ്യമങ്ങളുടെയും അതോടൊപ്പം തന്നെ കേരളത്തിലെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന നിരവധി വിഷയങ്ങളുടെ ഗ്രന്ഥകർത്താവുമൊക്കെയാണ് P നാരായൺജി. അപ്പോൾ കേരളത്തിലെ ഒരു പൊതുസമൂഹം അംഗീകരിക്കുന്ന ആളുകൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് തിരിച്ചൊരു ചോദ്യം കൂടി വരുന്നില്ലേ? ഇപ്പോൾ VSനെ ഓർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കൂടി മുൻനിർത്തിയാണ് എന്നുള്ള പറച്ചിലുണ്ടല്ലോ. ഇതിന് തിരഞ്ഞെടുപ്പുമായി എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്നുള്ളതിന് അല്ല പ്രസക്തിയുള്ളത്. ഉദാഹരണത്തിന് എന്തിനും രാഷ്ട്രീയം കാണുക എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേകിച്ച് രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നതിലോ അതിന് തിരഞ്ഞെടുക്കപ്പെടുന്നതിലോ ഒക്കെ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നുള്ളതാണ്. ഇത് രാജ്യത്തിൻ്റെ ഒരു ആദരമായി കാണേണ്ട കാര്യമേ ഉള്ളൂ. ഉദാഹരണത്തിന് VSനോടൊപ്പം തന്നെ മമ്മൂട്ടിക്ക് ലഭിച്ചിരിക്കുന്നു. അതോടൊപ്പം ശ്രീ വെള്ളാപ്പള്ളി നടേശന് ലഭിച്ചിരിക്കുന്നു. നിരവധി ഇപ്പോൾ വ്യക്തിപരമായി പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അതല്ലെങ്കിൽ അതിന് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ മാനദണ്ഡങ്ങൾ എന്താണ്, അതല്ലെങ്കിൽ അതിൽ അവർ അർഹരാണോ, അവർക്കതിന് യോഗ്യതയുണ്ടോ, അതിലെന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ, ഇതൊക്കെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് വെള്ളാപ്പള്ളി നടേശൻ്റെ പേര് സംസ്ഥാന സർക്കാർ അവരുടെ ലിസ്റ്റിൽ പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് പൊതുവെ പുറത്തു വരുന്ന വാർത്തകൾ. VSൻ്റെ പേര് അങ്ങനെ പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് പൊതുവെ പുറത്തു വരുന്ന വാർത്തകൾ. പക്ഷേ അതുകൊണ്ട് രാജ്യത്തിൻ്റെ പ്രഥമമായിട്ടുള്ള പുരസ്കാരങ്ങൾക്ക് അവർ യോഗ്യരല്ല എന്നാരും പറഞ്ഞിട്ടില്ല. പക്ഷേ വെള്ളാപ്പള്ളി തന്നെ പറയുന്നു, എന്നെ എന്തിനാണ് ചൂസ് ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ അടുത്ത് വെള്ളാപ്പള്ളി നടത്തിയിട്ടുള്ള മലപ്പുറം പരാമർശമൊക്കെ നമുക്കറിയാം. അപ്പം അതൊക്കെയും ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, കേന്ദ്ര സർക്കാരിനെ താല്പര്യമുള്ള വിഷയങ്ങളാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ വിവാദം മുഴുവനും, ഈ സോഷ്യൽ മീഡിയ മുഴുവൻ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ പൊതുവായാലും ഇത്തരത്തിലുള്ള സംസാരങ്ങളിലേക്കൊക്കെ വരുന്നത്. ഈ നല്ല വിനയാന്വിതരായിട്ടുള്ള ആളുകൾ എപ്പോഴും അവരെ ഏതെങ്കിലും ഒരു ചുമതല അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും പുരസ്കാരമൊക്കെ വരുമ്പോൾ ഞാനിത് പ്രതീക്ഷിച്ചിട്ടില്ല, ഞാനിത് ആഗ്രഹിച്ചിട്ടില്ല, എനിക്കിത് വേണ്ടതില്ല, ഞാൻ ഇതിൽ പ്രാപ്തനാണോ എന്ന് എനിക്കറിയില്ല, അതൊക്കെ ഒരു വിനയത്തിൻ്റെ ഭാഗമായി മാത്രമേ കാണേണ്ടതുള്ളൂ. അങ്ങനെ വേണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും നിരസിക്കാനുള്ള സ്വാതന്ത്ര്യവും അത് വേണ്ട എന്ന് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യവും തീരുമാനമൊക്കെ എടുക്കാൻ വ്യക്തികൾക്ക് കഴിയുമല്ലോ. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, നമ്മളാരും കേട്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രിയാക്കണം, പ്രധാനമന്ത്രിയാക്കണം, കേന്ദ്രമന്ത്രിയാക്കണം എന്നൊക്കെ പറയുമ്പോൾ ആദ്യം ഒരു ആളോട് ചോദിച്ചു നോക്കിക്കോളൂ. കുറച്ച് വിനയം കൂടിയ ആളുകൾ പറയുക, ഞാൻ അത് പ്രതീക്ഷിച്ചിട്ടില്ല, എന്നെ തീരുമാനിച്ചാൽ അപ്പോൾ നോക്കാം. ഇതൊക്കെ ഒരു പൊതുവിൽ പറയുന്ന ഭംഗിവാക്കുകൾ മാത്രമാണ്. അതിനെ ആ അർത്ഥത്തിലേ കാണേണ്ടതുള്ളൂ. താങ്കൾ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തെ അതിനുവേണ്ടി തിരഞ്ഞെടുത്ത് എന്തിനാണെന്ന് അറിയില്ലെങ്കിൽ ഒരു പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കുന്നത് ആ ആളോട് ചോദിച്ചിട്ട് മാത്രമല്ല, ആ ആളുടെ പേരുകൾ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് റെക്കമെൻഡേഷനായി വരികയോ അല്ലെങ്കിൽ ഔദ്യോഗികമായി റെക്കമെൻഡേഷനായി വരികയോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് റെക്കമെൻഡേഷനായി വരികയോ അതല്ലെങ്കിൽ പൊതുസമൂഹത്തിലെ വ്യക്തികളോ പൊതുസമൂഹത്തിലെ സംഘടനകളോ പൊതുസമൂഹത്തിലെ പൊതു സംവിധാനങ്ങളോ ഒക്കെ പുരസ്കാര ജേതാവിനെ നിർദ്ദേശിക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഉള്ള പേരുകളിൽ നിന്നാണ് സെലക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ പേരുകൾ മറ്റാരെങ്കിലും കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഇത് തിരഞ്ഞെടുക്കപ്പോൾ സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് വരാൻ പാടില്ല എന്നില്ല. സാർ പറയുന്നത് പൂർണ്ണമായിട്ടും ഇത്തവണത്തെ പത്മ പുരസ്കാരങ്ങളിൽ VSനെയും വെള്ളാപ്പള്ളിയെയും മമ്മൂട്ടിയെ മാറ്റി നിർത്താം. അദ്ദേഹം ഒരു അഭിനേതാവ് കൂടിയാണല്ലോ. പക്ഷെ ഈ രണ്ടു പേർക്കും കൃത്യമായ രാഷ്ട്രീയമുള്ളവരാണ്. അപ്പം അവരെ ഉൾപ്പെടുത്തിയതിന് പിന്നിൽ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയവും ഇല്ല എന്ന് തന്നെയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളെ പ്രത്യേകിച്ച് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്, അതിന് മുമ്പ് അടൽ ബിഹാരി വാജ്പേയിയുടെ ഗവൺമെൻറ്റും അതിനെ ചെയ്തിട്ടുണ്ട്. അടൽജിയുടെ ഗവൺമെൻറ്റും സാധാരണക്കാരിലേക്ക് പത്മ പുരസ്കാരങ്ങൾ എത്തിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വന്നതിന് ശേഷം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും,
പത്മ പുരസ്കാരങ്ങൾ പലപ്പോഴും കിട്ടിയിട്ടുള്ളത് അർഹതപ്പെട്ടിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഔന്നത്യത്തിൽ നിൽക്കുന്ന പൊതുസമൂഹം അംഗീകരിക്കുന്ന ആളുകൾക്ക് മാത്രമാണ്. അതല്ലെങ്കിൽ അംഗീകരിക്കപ്പെടേണ്ടവർക്ക് മാത്രമാണ്. അതായത് വലിയ അംഗീകാരങ്ങൾ കിട്ടാത്ത സാധാരണക്കാരായിട്ടുള്ള ഒരു മേഖലയിൽ അവരവരുടേതായിട്ടുള്ള പ്രാഗൽഭ്യങ്ങൾ തെളിയിച്ചിപ്പോൾ ദേവകി അമ്മയെ പോലുള്ള ആളുകൾ, നേരത്തെയും കേരളത്തിൽ കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങൾ ഓരോരുത്തരെയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവർ അവരുടെ മേഖലകളിൽ അതിപ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ്. പക്ഷെ അവർ പൊതുസമൂഹത്തിൽ മറ്റ് അവാർഡുകൾ കിട്ടുകയോ മറ്റു തരത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുകയോ ചെയ്യണം എന്ന സാധ്യതയില്ല. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ ശ്രീ വി എസിനെ കൊടുക്കണ്ട എന്നാർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? അങ്ങനെയില്ലല്ലോ. വി എസിനെ പോലെയുള്ള ഒരാൾക്ക് പത്മവിഭൂഷൺ പുരസ്കാരം നൽകേണ്ടതില്ല എന്ന് പറയുന്നവരാരും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം ഒരു സാമൂഹിക സംഘടനയുടെ, സാമുദായിക സംഘടനയുടെ എത്രയോ കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു നേതാവാണ്. പക്ഷേ അദ്ദേഹം ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് LDFനൊപ്പമാണല്ലോ. അങ്ങനെ പൂർണ്ണമായും പറയേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പലപ്പോഴും പൊതുസമൂഹത്തിൽ തുറന്നു പറഞ്ഞിട്ടുള്ളൂ. മലപ്പുറം വിഷയത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചില്ലേ, മലപ്പുറം പ്രസംഗം അദ്ദേഹം, അല്ലെങ്കിൽ മലപ്പുറം വിഷയം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനം അദ്ദേഹം മാത്രമല്ല, അതിനു മുൻപ് ശ്രീ വി എസ് അച്യുതാനന്ദൻ നടത്തിയിട്ടുണ്ട്, അതിനു മുമ്പ് ശ്രീ എ കെ ആന്റണി നടത്തിയിട്ടുണ്ട് മലപ്പുറവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല, നേരത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരായിരുന്നവർ അവിടുത്തെ സാമൂഹിക അസന്തുലിതാവസ്ഥയെക്കുറിച്ച്, സാമൂഹിക പിന്നോക്കാവസ്ഥയെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മറ്റൊരു തരത്തിലേക്ക് കാണേണ്ടതല്ലോ. പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളവരാരും അവർ അതിന് അർഹരല്ല എന്ന് പൊതുസമൂഹം വിചാരിക്കുന്നില്ല, അവരുടെ വിഭാഗത്തിൽ നിന്നുള്ളവരും വിചാരിക്കുന്നില്ല, ആയിട്ടുള്ള ആളുകളും വിചാരിക്കുന്നില്ല. പിന്നെ വ്യക്തിപരമായ ആരോപണങ്ങൾ, അല്ലെങ്കിൽ വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ, വ്യക്തിപരമായ വിയോജിപ്പുകളൊക്കെ എല്ലാവർക്കും പ്രകടിപ്പിക്കാം. അത് സോഷ്യൽ മീഡിയയിലാവാം, പൊതുസമൂഹത്തിലാവാം, എന്തിനാണ് പുരസ്കാരം എന്ന് ചോദിക്കാം. ഇതൊക്കെ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടുള്ളവർക്ക് ഈ തവണ വീണ്ടും കൊടുത്തിട്ടുണ്ടല്ലോ. ഷിബു സോറൻ അടക്കമുള്ള ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. നേരത്തെയും രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പലപ്പോഴും പുരസ്കാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സോഷ്യൽ വർക്കർ എന്നുള്ള നിലക്കോ, പൊളിറ്റിക്കൽ വർക്കർ എന്നുള്ള നിലക്കോ, ഭരണാധികാരി എന്നുള്ള നിലക്കോ, അല്ലെങ്കിൽ എല്ലാ പുരസ്കാരങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള മാനദണ്ഡമുണ്ടല്ലോ. ആ മാനദണ്ഡങ്ങൾക്കകത്ത് വരുന്ന പ്രൊഫൈലിൽ നിന്നുകൊണ്ട് മാത്രമേ കൊടുക്കാൻ വേണ്ടി കഴിയൂ. അപ്പോൾ സ്വാഭാവികമായും അത് പാലിക്കപ്പെട്ടിട്ടുണ്ട്, പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശന് കൊടുത്തു എന്നുള്ളത് കൊണ്ട് തെറ്റായി കാണേണ്ടതില്ല. അപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തു എന്നുള്ളത് കേരളത്തിലെ എത്രയോ ആളുകൾ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന ഒരു കാര്യമാണ്. വി എസിന് കൊടുത്തു എന്നുള്ളത് CPM പോലും ഇപ്പോൾ അംഗീകരിച്ചില്ലേ. അപ്പോൾ CPM അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായി അംഗീകരിക്കുന്നതിന് തുല്യമല്ലേ. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ദേവകി അമ്മയെ പോലുള്ള ഒരാളെ സംബന്ധിച്ച്, അതല്ലെങ്കിൽ വിമല മേനോനെ പോലുള്ള ആളുകളെ സംബന്ധിച്ച്, മുത്തുനായകത്തെ പോലുള്ള ആളുകളെ സംബന്ധിച്ച്, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള ഓരോരുത്തരും അവരവരുടെ മേഖലകളിൽ അതിപ്രഗത്ഭരോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹിക പരിഷ്കരണത്തിൻ്റെയോ സാമൂഹികമായിട്ടുള്ള ഉന്നമനത്തിൻ്റെയോ ഒക്കെ ഭാഗമായി പ്രവർത്തിച്ചവരാണ്. അപ്പോൾ സാധാരണക്കാരും അംഗീകരിക്കപ്പെടുന്നു, സമൂഹത്തിൽ ഉന്നത തലത്തിൽ നിൽക്കുന്നവരും അംഗീകരിക്കപ്പെടുന്നു. ആ തരത്തിലേ അതിനെ കാണേണ്ടതുള്ളൂ. കേരളത്തിൽ ഇതിൽ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് കേന്ദ്ര ഗവൺമെൻറ് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിനോട് ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം നടത്തിയിട്ടുണ്ടെന്ന് നിരന്തരമായി പ്രചരിപ്പിക്കുന്നവർക്കുള്ള മറുപടിയാണ്. കേരളത്തിൽ നിന്ന് പേര് പോലും പോകാത്ത പ്രമുഖരായിട്ടുള്ള ആളുകളെ പരിഗണിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിന് 8 പുരസ്കാരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്, പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ട്, പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിന് 331 പുരസ്കാരങ്ങളുള്ളതിൽ 8 എണ്ണം കേരള സംസ്ഥാനത്തിന് ലഭിച്ചു എന്ന് പറഞ്ഞാൽ ഓരോ മേഖലയിലും നമ്മുടെ സംസ്ഥാനത്തു നിന്ന് അത്രയേറെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ പരിഗണിച്ചു എന്നുള്ളതാണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്, അതിനാരും തെറ്റായി കാണുന്നില്ല. പ്രത്യേകിച്ച് ജസ്റ്റിസ് KT തോമസിന് കൊടുത്തിട്ടുള്ളത്, ശ്രീ P നാരായണന് കൊടുത്തിട്ടുള്ളത്, ബഹുമാനപ്പെട്ട മമ്മൂട്ടിക്ക് കൊടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശന് കൊടുത്തിട്ടുള്ളത്, അവരൊക്കെ അവരവരുടെ മേഖലകളിൽ, ഒരു മേഖലയെ അങ്ങനെയാണല്ലോ കണക്കാക്കുക, ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ എന്നുള്ള നിലക്ക് അങ്ങനെയാണല്ലോ പൊതുവെ കരുതപ്പെടുന്നത്. അവരവരുടെ മേഖലകളിൽ അവരെല്ലാം പൈനിയേഴ്സാണ്, അവരെല്ലാം അംഗീകരിക്കപ്പെടേണ്ടവരോ അതല്ലെങ്കിൽ അതിപ്രഗത്ഭരോ ആയിട്ടുള്ള ആളുകളാണ്. അത് അംഗീകരിക്കുന്നു, രാഷ്ട്രം അംഗീകരിക്കല്ലേ, രാജ്യം അംഗീകരിക്കല്ലേ, റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യത്തിൻ്റെ ആദരം അവർക്ക് കിട്ടുകയല്ലേ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് ചാനലിന് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. സഹായം വേണ്ടത് വളരെ നിസ്സാരമായൊരു സഹായമാണ്. നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോ കാണുമ്പോൾ ഇന്ത്യ ലൈവ് എന്നുള്ളതിൻ്റെ IND എന്നുള്ള ആ ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു ബാർ
തെളിഞ്ഞു വരും. അതിലൊന്ന് വിരലമർത്തി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ദയവായി നിങ്ങളുടെ സഹായം ഇന്ത്യ ലൈവിന് തുടർന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.